കടുത്ത ഭാഷയിലാണ് ബോബി ചെമ്മണ്ണൂരിനെ ഹൈക്കോടതി കുടഞ്ഞത് എന്ന് തന്നെയാണ് ആ കോടതി നടപടികൾ വീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങേയറ്റം ശകാരമാണ് ബോബി ചെമ്മണ്ണൂരിന് കിട്ടിയത്. മാത്രമല്ല, മുതിർന്ന അഭിഭാഷകനെ അടക്കം അപമാനിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ ചെയ്തത് എന്ന കാര്യവും കൂടി ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്. ഹൈക്കോടതിയുടെ കടുത്ത നിരീക്ഷണങ്ങളാണ്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കകം അഭിഭാഷകൻ ഹാജരായി ബോബി ചെമ്മണ്ണൂരിന്റെ വിശദീകരണം നൽകണം എന്ന കാര്യമാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ആ നിർദ്ദേശം ആ വിശദീകരണം മതിയായതല്ല എങ്കിൽ ജാമ്യം റദ്ദാക്കും എന്ന കാര്യവും കൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ജാമ്യം റദ്ദാക്കാൻ കോടതി തീരുമാനമെടുക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമായ കാര്യം നൽകുന്നത്. റിമാൻഡ് തടവുകാരുടെ കാര്യം സംബന്ധിച്ചാണ് ബോബി ചെമ്മണ്ണൂർ രാവിലെ മാധ്യമങ്ങളോട് സംസാരിച്ചത്. അക്കാര്യത്തിൽ ഹൈക്കോടതി പറയുന്നത് ഇങ്ങനെയാണ്: റിമാൻഡ് തടവുകാരുടെ കാര്യം നോക്കാൻ ഇവിടെ നീതിന്യായ വ്യവസ്ഥയുണ്ട്, ജില്ലാ ജുഡീഷ്യറിയും ഹൈക്കോടതിയുമുണ്ട്, അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടും എന്ന കാര്യമാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. ഇങ്ങനെയാണോ ഒരു പ്രതി പെരുമാറേണ്ടത്? ബോബി ചെമ്മണ്ണൂർ നാടകം കളിക്കുകയാണ്. അതിന് മാധ്യമങ്ങളുടെ മുന്നിൽ അതിന് നാടകം കളിക്കുകയാണ്. സീനിയർ അഭിഭാഷകനെ ശ്രദ്ധയ്ക്ക് വേണ്ടിയുള്ള നാടകം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്യാം ദേവരാജ്, മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. ജയിലിന് മുന്നിൽ ഇതൊന്നും അറിയാതെ പുരുഷ സംരക്ഷണ സമിതിയിലെ ചില ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ പോലീസ് തടയുകയാണ്. അടുത്തതിനി അവർക്കാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും അതാണ് ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്.